പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 2-3 ആയത്തുകൾ മതി മുഴുവൻ ജീവിതത്തിൻ്റെ ലക്ഷ്യവും എല്ലാം മനസ്സിലാക്കാൻ. 7-ാം അധ്യായമായ അറാഫിലെ 34, 35, 36 വചനങ്ങൾ മാത്രം മതി എന്താണ് ജീവിതമെന്നും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്തും അള്ളാഹു നമ്മോട് എന്തെങ്കിലും അനീതി ചെയ്യുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ. നമുക്ക് മുമ്പ് ഒരുപാട് സമൂഹങ്ങൾ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിലേക്കെല്ലാം പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സന്ദേശം കൊണ്ടുവരികയും അങ്ങനെ ആ സമൂഹങ്ങളുടെ അവധി വരും, അവർ നശിപ്പിക്കപ്പെടും. ഇത് നമ്മുടെ കാലഘട്ടമാണ്. ഈ വചനങ്ങൾ നോക്കുക. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ സമുദായത്തിനുമുണ്ട് ഒരു അവധി. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അങ്ങനെ അവരുടെ അവധി വന്നാൽ അവർ ഒരു നാഴിക നേരം പിന്നോട്ട് പോകുകയാകട്ടെ മുന്നോട്ട് പോകുകയാകട്ടെ ചെയ്യുകയില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായവും അതിനു ശേഷമുള്ള സമുദായങ്ങളും അവരുടെ അക്രമഫലമായി ഉന്മൂലനാശത്തിന് ഇരയായി. ഈ കഥ വിവരിച്ച ശേഷം സൂറത്ത് മുഅ്മിനൂനിൽ പറയുന്നു, മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹാ വമാ യസ്തഖിറൂൻ. ഒരു സമുദായവും തന്നെ അതിൻ്റെ അവധിയെ മുൻകടക്കുകയില്ല, അവർ പിന്നോട്ട് പോകുകയുമില്ല. നശിപ്പിക്കപ്പെട്ട ഓരോ രാജ്യവും അഥവാ രാജ്യക്കാരും അതാതിന് നിശ്ചയിക്കപ്പെട്ട അവധി അനുസരിച്ച് തന്നെയാണ് നശിച്ചതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹിജ്റിലും ഇതേ വാക്യം കാണാം. ഈ ആശയം തന്നെയാണ് ഈ വചനത്തിനും കാണുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും സന്മാർഗനിഷ്ഠയും അവശേഷിക്കുന്ന കാലത്തോളം സമുദായങ്ങൾ ജീവനോടും ജീവസോടും കൂടിയിരിക്കും. നേരെ മറിച്ച് ധിക്കാരത്തിലും ദുർമാർഗത്തിലും അതിരിക്കവിയുമ്പോൾ അവർക്ക് നാശം സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണത് സംഭവിക്കുകയെന്നും സംഭവിക്കേണ്ടതെന്നും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ അതിൻ്റെ അല്പമെങ്കിലും മുമ്പോ പിമ്പോ അതൊരിക്കലും സംഭവിക്കുകയില്ല. നാശം എന്ന് പറഞ്ഞതിൽ മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞ പോലെയുള്ള ഉന്മൂലന ശിക്ഷകൾക്ക് പുറമെ സമുദായത്തെ പൊതുവായി ബാധിക്കുന്ന തരത്തിലുള്ള അധഃപതനം, നിന്ദ്യത, പരാധീനത, ശത്രുമർദ്ദനം, പ്രകൃതിക്ഷോഭം മുതലായും ഉൾപ്പെടുന്നു. മുൻ സമുദായങ്ങളെപ്പോലെ ഈ സമുദായത്തിനും ബാധകമാണ് ഈ താക്കീത്. നമ്മൾക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു വിളിക്കുന്ന വിളി നോക്കണം. ഇനി യാ ബനി ആദം, ആദം സന്തതികളെ, മുഴുവൻ മനുഷ്യരെയുമാണ് അള്ളാഹു വിളിക്കുന്നത്. ഇതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ അമേരിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ അറബിയെന്നോ ചൈനക്കാരനെന്നോ ഒന്നുമില്ല. എല്ലാവരും സർവ്വ മനുഷ്യരും കാലദേശഭേദങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഈ വിളി. എത്ര ക്ലിയറാണ്. നിങ്ങളിലേക്ക് എന്നിൽ നിന്ന് റസൂലുമാർ വരും എൻ്റെ വചനങ്ങൾ കൊണ്ട്, എൻ്റെ സന്ദേശം കൊണ്ട്. യഖുസ്സൂന അലൈക്കും ആയാതി, അങ്ങനെ എൻ്റെ സന്ദേശം അവർ നിങ്ങൾക്ക് വായിച്ചു തരുമ്പോൾ സൃഷ്ടാവിൻ്റെ വചനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫമനിത്തഖാ വഅസ്ലഹ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോൾ ആർ സൂക്ഷ്മത പാലിക്കുകയും പ്രവൃത്തി നന്നാക്കി തീർക്കുകയും ചെയ്തുവോ അവർക്ക് ഭയമില്ല, അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ വ്യസനിക്കുകയുമില്ല. എത്ര ക്ലിയറാണ് സന്ദേശം. അള്ളാഹു ഒരു അനീതിയും ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തന്നിരിക്കുന്നു ഖുർആൻ. അള്ളാഹുവിൻ്റെ പ്രവാചകനയച്ചിരിക്കുന്നു മുഹമ്മദ് നബിയെ. ഇനി എന്താണ് വേണ്ടത്? ഇതനുസരിച്ച് ജീവിക്കുക മാത്രമാണ് വേണ്ടത്. എന്നാൽ അവർക്ക് ആ ശാശ്വതമായ സ്വർഗമുണ്ട്. നമ്മുടെ പിതാവിന് ഏതൊരു സ്വർഗത്തിലായിരുന്നു മാതാപിതാക്കൾ, ആ സ്വർഗമുണ്ട്. ഇനി വല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ ഉലൈക അസ്ഹാബുന്നാർ. നമ്മുടെ ആയത്തുകൾ, നമ്മുടെ സന്ദേശം ആർ വ്യാജമാക്കുകയും വസ്തക്ബറു അൻഹാ അവയെക്കുറിച്ച് അഹംഭാവം നടിക്കുകയും ചെയ്തവരാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ വചനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രന്ഥമുണ്ട്, അല്ല ഇതൊന്നും ഇപ്പം വില പോവില്ല. ഇങ്ങനെല്ലാം പറയുന്നവരെല്ലാം വസ്തക്ബറു അൻഹാ അവയെക്കുറിച്ച് അഹംഭാവം നടിക്കുകയും ചെയ്തവരാകട്ടെ. ഉലൈക അസ്ഹാബുന്നാർ, അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു. തീ കൊണ്ടുള്ള മനുഷ്യർ, അതാണ് നരകം. തീയിലേക്കാകുന്നു പോക്ക് ശാശ്വതമായി. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഫീഹാ ഖാലിദൂൻ,
അവർ അതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു എത്രയോ നീതിമാനാണ്. അള്ളാഹു നമുക്കിതാ ഇതെല്ലാം പറഞ്ഞു തരുന്ന കൃത്യമായി ഇപ്പോൾ